നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ആക്ച്വലി ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ആരോ പറയുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പോസിറ്റീവ് മാത്രമാണ് ഇടുന്നത്, നെഗറ്റീവ്സ് ഇടുന്നില്ല. സോ ഇന്നൊരു കാര്യം ചെയ്യാം, നെഗറ്റീവ് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട്, വേറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യണോ എന്ന് നമുക്ക് നോക്കാം. അതിനുള്ള അഡ്വൈസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇത് ലെറ്റ്സ് സീ, നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം ആവണം എന്നില്ല, ബട്ട് എന്നാലും ഐ ട്രൈ ടു നമുക്കതൊന്ന് ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഈ ബന്ധത്തിൽ നിൽക്കണോ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഈ ബന്ധം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ, നിങ്ങളിതിൽ നിൽക്കണോ, ഷുഡ് യു സ്റ്റേ ഓർ മൂവ് ഓൺ എന്ന് നോക്കാം. ഓർ ഷുഡ് യു കണ്ടിന്യൂ, നിങ്ങളിതിന് ചാൻസ് കൊടുക്കണോ, വീണ്ടും വീണ്ടും അവസരം കൊടുക്കണോ, അതോ നിങ്ങളിതിൽ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന രീതിക്കൊക്കെ നോക്കാം. ഓക്കെ, എനിക്ക് പറ്റുന്ന രീതിയിൽ ഗൈഡൻസ് നമുക്ക് പറയാം. ഓക്കെ, യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. 8 of Pentacles, 9 of Swords, wow, 8 of Cups, Devil, ഓക്കെ, 6 of Pentacles. See, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ജഗ്ലിംഗ് ഉണ്ട്. വാവ്, 8 കർമ്മ, മൈ ഗുഡ്നസ്. ഓക്കെ, കർമ്മ കാർഡ് വന്നിട്ട് കർമ്മയുടെ ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ എനിക്ക്. നിങ്ങളൊരു കാർമിക് സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അതായത് കാർമിക് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഈ സിറ്റുവേഷൻ നെഗറ്റീവാണ്, പേഴ്സൺ നെഗറ്റീവാണ് എന്നല്ല പറയുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഒരു ലെസൻ്റെ സമയമാണ്, ഒരു പാഠം നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ എന്തോ പഠിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇവിടെ 8 നമുക്ക് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 8 ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കർമ്മ നിങ്ങളുടെ എൻഡ് ആവേണ്ട സമയമായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ ഒരു മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഞാൻ നിൽക്കണോ വേണ്ടേ പോണോ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത്. ആ ഒരു ആക്ച്വലി ഈ കാർഡ്സ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഇതിൽ എഫേർട്ട് ഇടണോ അതോ വിട്ടു പോകണോ എന്നാണ് നിങ്ങൾ നോക്കുന്നത്. കാരണം നിങ്ങൾക്കിവിടെ പെട്ട അവസ്ഥയാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ പെട്ട് നിൽക്കുന്ന പോലെ തോന്നുകയാണ്. 8 of Swords നമ്മൾ ഒരു പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. നിങ്ങളിങ്ങനെ കെട്ടി നിങ്ങൾ അതിൽ പുറത്ത് വരാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്ക് വീണ്ടും 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 നിങ്ങൾ അതിൽ പെട്ടുപോവാണ്. ഓക്കെ, സോ 8 മൂന്ന് കാര്യം നമ്മൾ എന്താണോ നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങൾ ഇതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ഇതിൽ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്, അവർ സ്നേഹത്തോടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ക്ഷമ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നിട്ടും ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ആക്ച്വലി ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ ഇതിനെ റിവേഴ്സ് വായിക്കാൻ പോവാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഇംബാലൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ഒരു ബാലൻസിലല്ല എന്നാണ് കാണുന്നത്. ഓക്കെ, പേഴ്സൺ, അതായത് നിങ്ങൾ അങ്ങോട്ടിടുന്ന എഫേർട്ട്, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന കെയർ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന പോലെ എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അതിൽ കാരണങ്ങൾ പലതും ഉണ്ടാവാം, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്നില്ല. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് ദാറ്റ് ഇവിടെ ഞാൻ എത്ര അങ്ങോട്ട് ചെയ്തിട്ടും എനിക്ക് വേണ്ടത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം പോകുന്നുണ്ടാവാം, ഒരു മനസ്സമാധാനം പോകുന്ന പോലെയാണ്. ഇവിടെ 9 of Swords ആണ്. നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നില്ല. നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾക്കൊരു ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നില്ല അതിൽ ശരിക്കും എന്താണ്, ഇസ് ഇറ്റ് ഗുഡ്, ഇസ് ഇറ്റ് ബാഡ്, നല്ലതാണോ, ഞാൻ നിൽക്കണോ വേണ്ടേ എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇതൊരു ടോക്സിക് എനർജി ഇവിടെ വരുന്നുണ്ട്. ഇത് ടോക്സിക് എന്ന് പറയുമ്പോൾ പേഴ്സൺ ടോക്സിക് ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നതായിരിക്കാം, അതും ഉണ്ടാവും കുറച്ച് പേർക്ക്. ബട്ട് ഇവിടെ നിങ്ങളുടെ മൈൻഡിൽ അത്രത്തോളം പേടി, നെഗറ്റിവിറ്റി എല്ലാം കൂടി കയറി വരികയാണ്. ഓക്കെ, ആ ഒരു ഡെവിൾ എനർജി ഇവിടെ ഉണ്ട്. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ പേഴ്സണിനോട് നിങ്ങൾ എത്ര വിട്ടുപോകാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അതിലേക്ക് നിങ്ങൾ തിരിച്ച് ഒരു പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് വീണ്ടും അത് വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. സോറി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ വീണ്ടും വീണ്ടും അതിൽ തന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾ വിട്ടു മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, വിട്ടു പോയിട്ടുണ്ടാവാം, ബട്ട് എന്നിട്ടും വീണ്ടും തിരിച്ച് നിങ്ങൾ അതിൽ തന്നെ എത്തുന്ന പോലെയാണ്. സോ ഇവിടെ നിങ്ങൾ തമ്മിലുള്ളതും അത്രയും ആ ഒരു റിലേഷൻഷിപ്പും അങ്ങനെയാണ്. തെറ്റ് അത് വീണ്ടും വീണ്ടും നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ്. കാരണം ഇവിടെ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തോ ലെസൺ പഠിക്കാനുണ്ട്, കർമ്മയുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഇംബാലൻസ് ഉണ്ട്. പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന പോലെ എല്ലാം അവിടെ ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളിടുന്ന എഫേർട്ട്, നിങ്ങളിടുന്ന സമയം, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം, കെയർ എന്ത് തന്നെയായാലും അതേപോലെ എല്ലാം നിങ്ങൾക്ക് തിരിച്ചു വരുന്നത്. ഇവിടെ ബാലൻസിലല്ല കാര്യങ്ങൾ എന്നാണ്. ഓക്കെ, ഇവിടെ ജഗ്ലിംഗ് ഉണ്ട്. സോ 2 സിറ്റുവേഷൻ കാണുന്നുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ 2 സിറ്റുവേഷൻ ഉണ്ടാവാം.
നിങ്ങളുടെ ലൈഫിലുണ്ടാവാം, അവരുടെ ലൈഫിലുണ്ടാവാം. സോ ഇവിടെ മാരീഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വേറെ ഫാമിലി സംബന്ധിക്കുന്ന എന്ത് തന്നെ കാര്യമായാലും തടസ്സങ്ങൾ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, രണ്ട് സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഐ തിങ്ക് ആ ഒരു കൺഫ്യൂഷനിലാണ്. എന്നിട്ട് ഒന്ന് ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, എന്താണ് വേണ്ടത് എന്നറിയുന്നില്ല. ഓക്കെ, എല്ലാം കൂടി ജഗിൾ ചെയ്യുന്ന ഒരവസ്ഥയാണ്. സോ അത് മെയിൻ കൺഫ്യൂഷൻ രണ്ടും വരുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ ഭാഗത്തുണ്ട്, അവരുടെ ഭാഗത്തുണ്ട്. ഓക്കെ, സോ ഓക്കെ, വാവ്. ഒക്കെ നമ്പേഴ്സ് എത്രയാണ് റിപ്പീറ്റ് വരുന്നതെന്ന് അറിയോ? ഇവിടെ 6 of Cups, വാവ്, 6 Lovers. ഓ മൈ ഗോഡ്, 8 റിപ്പീറ്റ് കണ്ടു നമ്മളിപ്പോൾ. 6 ഇവിടെ 6 of Pentacles ഉണ്ടായിരുന്നു. സോ 3 6 വന്നിട്ടുണ്ട്, 2 2 വന്നിട്ടുണ്ടായിരുന്നു. 4 6 വന്നത്. 4 6 ആണ് വന്നിട്ടുള്ളത്. മൈ ഗുഡ്നസ്, ഇവിടെ ഇത് വളരെ ലൈക്ക് ഒരു സിങ്ക്രോൺ, ഒരു നിങ്ങളുടെ സ്പിരിച്വൽ കണക്ഷനാണ്. ഡെഫിനറ്റ്ലി ഇത് സ്പിരിച്വൽ കണക്ഷനാണ്. ഓക്കെ, അത് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, എന്ത് തന്നെ ആയാലും ശരി, എനിക്ക് ലൈക്ക് പറയാൻ പറ്റുന്നില്ല. ലൈക്ക് അത്രത്തോളം ഞാനിവിടെ ഇതായി പോവാണ്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എനിക്ക് അത്രയും ഡീപ്പ് കണക്ഷനാണ്, സോൾ കണക്ഷനാണ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം അത് പ്യുവറാണ്. ബിക്കോസ് ഇവിടെ ലവേഴ്സ് കാർഡാണ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഇത് രണ്ടും പറയുന്നത് പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണ്. നിങ്ങൾ ഏതോ ജന്മങ്ങൾ മുമ്പ് തൊട്ട് തന്നെ ഉള്ള ബന്ധമായിരിക്കും. അതാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയിട്ടാണ് നിങ്ങൾ അത്രയും പുൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, നിങ്ങൾ ബിക്കോസ് ആ പാസ്റ്റിലെ നിങ്ങളെ ആ ഒരു കണക്ഷൻ അത്ര സ്ട്രോങ് ആണ്. ആ ഒരു സോൾ ബോണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വളരെ ഡീപ്പ്, വളരെ സ്ട്രോങ്, വളരെ ഇതാണ്. ഓക്കെ, ലവേഴ്സ് എനർജി, 6 of Cups എനർജി, നിങ്ങൾ മിസ്സിങ് എനർജി ഉണ്ട്, സ്ട്രോങ് എനർജിയാണ്, ബോണ്ടിൻ്റെ എനർജിയാണ്, സ്നേഹത്തിൻ്റെ എനർജിയാണ്. 6 എന്ന് പറയുമ്പോൾ ലവ് ആണ് നമ്മൾ ഉദ്ദേശിക്കാറ്. എന്ന് മാത്രമല്ല ഹാർമണി, ഓക്കെ, പീസ് എന്നൊക്കെയാണ് പറയാം. ഓക്കെ, സമാധാനം ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഓക്കെ, അതില്ല. ബട്ട് നിങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണക്ഷനാണ്. നിങ്ങൾ ഒന്നിച്ചുള്ളപ്പോൾ നിങ്ങൾ വളരെ നല്ല സമാധാനമായിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയങ്ങളുണ്ട്. ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ സമയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ സമയം വരുമ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നി ഇതുപോലെ വേറൊരു ഒരാൾക്കും എന്നെ മനസ്സിലാവില്ല, ഒരാൾക്കും എന്നെ ഇതുപോലെ സ്നേഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഇതുപോലെ ഞാൻ അങ്ങോട്ട് അറ്റാച്ച്ഡ് ആവുന്ന വ്യക്തി വേറെ ആരും ഇല്ല ഈ ലോകത്ത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോൾ. ഓക്കെ, അത്രയും ആ ഡീപ്പ് സ്ട്രോങ് കണക്ഷനാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതും വരും. ആ കർമ്മ ഒരു ഭാഗത്തേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ടിരിക്കും. സോ 6 വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഇംബാലൻസ് ഉണ്ട്, പല കാര്യത്തിലും ഇംബാലൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, 6 വീണ്ടും വന്നിട്ടുണ്ട്. സോ 4 6 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതൊക്കെ റിപ്പീറ്റ് വല്ലതും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സൂചനകളാണ് എന്നെടുത്തോളൂ. 6 റിപ്പീറ്റ് അല്ലെങ്കിൽ 8 റിപ്പീറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് വളരെ സ്ട്രോങ് നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ ആണ് ദാറ്റ് ഇത് ഒരു ട്രൂ സോൾ കണക്ഷൻ ആണ്. ഓക്കെ, ബട്ട് ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലെസൺ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ വാവ്, ലൈക്ക് എന്താ പറയുക. ഓക്കെ, ഇനി നിങ്ങളിതിൽ നിൽക്കണോ വേണ്ടേ? കാരണം ഇത് വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല, അതെനിക്ക് മനസ്സിലാവും. ഇവിടെ ഹാങ്മാൻ, നിങ്ങൾ സ്റ്റക്കാണ് ഇതിൽ. ഓക്കെ, നിങ്ങൾക്കിതിൽ വാവ് ബോട്ടം അധികം നോക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്, ബട്ട് നിവർത്തിയില്ല. ലൈക്ക് അത്രയും. എനിവേ, സോ നോക്കാം നമുക്കിവിടെ നിങ്ങളിതിൽ ഇതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ, നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റുമോ, മൂവ് ഓൺ ചെയ്യണോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. No way, sorry, Wheel of Fortune, no, my God. ഒന്നും പറയാനില്ല എനിക്ക്, സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എനിക്ക് അത്രയും ഞാൻ ലൈക്ക് ഷോക്ക്ഡാണ്. ഞാൻ ഷോക്കായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഈ റീഡിങ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത റീഡിംഗ് ആയിരുന്നു. ചോദിച്ചവരോട് എനിക്ക് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾക്കിത് വിട്ടുപോകാൻ സാധിക്കില്ല. ഐ എം സോറി. ഓക്കെ, നിങ്ങൾക്കിത് വിട്ടുപോകാൻ സാധിക്കില്ല. ഞാൻ അതുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് നിങ്ങളിതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഞാൻ എപ്പോഴും ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ റീഡിംഗ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. എൻ്റെ വക ഞാനിങ്ങനെ സംസാരിക്കുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. എനിക്ക് ഫേസ് ചെയ്ത് ഞാൻ വെച്ചില്ല എന്ന് മാത്രം. ഓക്കെ, ഞാൻ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് റീഡിംഗ് ആയിട്ട് നിങ്ങൾ വിട്ടേക്കൂ. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്കിത് ഒരിക്കലും വിട്ടുപോകാൻ സാധിക്കില്ല. ഓക്കെ, മൂവ് ഓൺ ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ബിക്കോസ് ഇത് എല്ലാവർക്കും ആവില്ല. ഓക്കെ, ഇത് ഇന്നത്തെ റീഡിംഗ് കാണുന്ന നിങ്ങൾ ഈ ടോപ്പിക്ക് കണ്ടിട്ട് നിങ്ങളത് കാണാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പക്ഷേ ഡൗട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഹൈലി റെസനേറ്റ്, ലൈക്ക് അത്രയും ലൈക്ക് എല്ലാ പോയിന്റും നിങ്ങൾക്ക് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിക്കോളൂ. എല്ലാവർക്കും ആവണമെന്നില്ല. ചിലവർക്ക് നിങ്ങൾക്ക് ലൈക്ക് പെയിൻ ആണ് കൂടുതലുള്ളതെങ്കിൽ മേ ബി ഇത് നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, വിട്ട് കളഞ്ഞേക്കൂ. ഓക്കെ, സോ നിങ്ങൾക്ക് പെയിൻ ആണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് സന്തോഷങ്ങൾ കൂടുതൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കൂ. ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല.
ഓക്കെ, സോ ഇവിടെ എനിക്ക് ഇതിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, ബന്ധം, ഓക്കെ, അത് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഫേറ്റഡ് കണക്ഷനാണ്, വിധിയാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ആ ഒരു ഇഷ്ടം, സ്നേഹം, ഫീലിങ്സ് വളരെ കൗണ്ടർ പാർട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് ആണ്, ഡെഫിനറ്റ്ലി സോൾമേറ്റ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓക്കെ, കൗണ്ടർ പാർട്സ് ആണ് വന്നിട്ടുള്ളത്. സോ യെസ്, യു ആർ മെൻ ടു ബി ടുഗെദർ. ഓക്കെ, യു ആർ മെൻ ടു ബി. പക്ഷേ ഓക്കെ, മേ ബി റോങ് ടൈം, നമ്മൾ പറയില്ല റോങ് ടൈം റോങ് പ്ലേസ് എന്നൊക്കെ പറയും. സോ എന്താ പറയുക, അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ, യെസ്, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ റിലേഷൻഷിപ്പ് വന്നത് ഒരു റോങ് ടൈമിലായിരിക്കാം, നമുക്ക് നിവർത്തിയില്ല. ഓക്കെ, സോ അതായിരിക്കാം ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നിങ്ങൾക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നതും അവർക്ക് ഇങ്ങോട്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് കിങ് ആൻഡ് ക്വീൻ നിങ്ങൾ മാറ്റി മാറ്റി എടുത്തോളൂ. ഓക്കെ, എന്തായാലും നിങ്ങൾ പരസ്പരം വളരെയധികം ആ സ്നേഹമാണ് എനിക്ക് കാണുന്നത്. ഓൺലി തിങ് ഈസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്, നിങ്ങളെ ഞാൻ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നു, ഈവൻ ജെൻസ് ആണെങ്കിലും ഓക്കെ, നിങ്ങൾ വളരെയധികം എക്സ്പ്രസീവ് ആയിരിക്കും. നിങ്ങളുടെ ഫീലിങ്സ് തുറന്നു പറയുക, നിങ്ങൾ എല്ലാം അത്രയും സ്നേഹത്തോടെ നിൽക്കുക, അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരായിരിക്കാം നിങ്ങൾ. പേഴ്സൺ എപ്പോഴും അവരുടെ ഫീലിങ്സ്, അതിപ്പോൾ ലേഡി ആയാലും ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ മാറ്റിയെടുക്കും. ഓക്കെ, ജസ്റ്റ് അവരെ സങ്കല്പിച്ചാൽ മതി. ഓക്കെ, സോ ആ പേഴ്സൺ എന്ത് തന്നെയായാലും അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ലൈക്ക് വളരെ ഡീപ്പ് ഫീലിങ്സ് ആണ്. ഓക്കെ, ഒരു ഇതും പറയാനില്ല, ശരിക്കും വളരെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ആണ്. പക്ഷെ അവർ തുറന്ന് കാണിക്കില്ല, എക്സ്പ്രസ് ചെയ്യില്ല. അവരുടെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാവും. ബിഹേവിയർ അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പലതും ചെയ്യും, നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കും, നിങ്ങളെ വേദനിപ്പിക്കും, എല്ലാം ചെയ്യും. ഓക്കെ, സോ ആ രീതിയിലുള്ള ഒരു ബട്ട് അവരുള്ളിലും ആ സ്നേഹം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. ആൻഡ് ഇവിടെ ഇതൊരു ഫേറ്റഡ് കണക്ഷനാണ്, നിങ്ങൾ തമ്മിൽ ഒന്നിപ്പിച്ചത് വിധിയാണ്. നിങ്ങൾക്ക് പിരിയാൻ എന്ന രീതിക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇവിടെ സാധിക്കില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ഷുവർ. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന, എൻ്റെ റീഡിങ്സിൽ ഞാൻ പറയുന്ന ഇതാണ്. എനിക്കറിയാം നിങ്ങൾക്കിത് വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, കാരണം അവർക്കും ഉണ്ട്, അവരുള്ളിൽ ആ ഫീലിങ്സ് ഉണ്ട്. ബട്ട് അവരുടേതായ കാരണങ്ങൾ കൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് അത് പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ മാറി നിൽക്കുന്നു, തേർഡ് പാർട്ടി പോകുന്നു, വട്ട് എവർ, എന്ത് തന്നെ വേണ്ടാത്തൊക്കെ ചെയ്താലും എവിടെയോ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഓക്കെ, നിങ്ങളോട് ഇനി എന്താ പറയേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്കിതിൽ വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, ഇവിടെ പോകണോ വേണ്ടേ, നിൽക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കാര്യമില്ല. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഇവിടെ വാലിഡ് അല്ല. ഓക്കെ, ആ ക്വസ്റ്റ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, കാരണം കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം, ബട്ട് ഫുള്ളി നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊന്ന് മാറി നിൽക്കാം എന്ന് മാത്രം. മാക്സിമം നിങ്ങൾക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരല്പം മാറി നിൽക്കാം, ഒരല്പം ഡിസ്റ്റൻസ് വെക്കാം എന്ന് മാത്രം. അതിനപ്പുറം നിങ്ങൾക്കിത് വിട്ട് കളയാനോ, മനസ്സിൽ നിന്ന് എടുത്ത് കളയാനോ, ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയാനോ നിങ്ങൾക്ക് സാധിക്കില്ല. ഓക്കെ, സോ ഇവിടെ ആ കൺഫ്യൂഷൻ ഐ തിങ്ക് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഈ റീഡിങ് കണ്ട ശേഷം അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഇന്നത്തോടെ ഓക്കെ, ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച് ഇനി ഓർത്ത് ടെൻഷൻ അടിക്കില്ല എന്ന് വെച്ചാൽ മതി. ഓക്കെ, ഞാനിതിനെ പറയാം കുറച്ചുകൂടി. ഐ എം തിങ്കിങ് എങ്ങനെയാണ് പറയേണ്ടത്, കാർഡ്സ് യൂസ് ചെയ്യണോ? ഓക്കെ, ലെറ്റ് മീ, ഞാൻ ഇതൊന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ, ഇതിൽ നിന്ന് എന്താ വരുന്നത് നോക്കട്ടെ, നിങ്ങൾക്കുള്ള കാർഡ്സ് എന്താ പറയുന്നത് നോക്കട്ടെ. എന്നിട്ട് പാർട്ടി, ഇൻഫ്ലുവൻസസ്, ടോക്സിക്, ആങ്കർ, അസെൻഡിങ്, ഫൈനാലിറ്റി, ഫെയ്ത്ത്, ജസ്റ്റിസ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയാം ഞാൻ. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം, ഒന്നിവിടെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് ഉണ്ട്, അതൊന്നാമത്തെ കാര്യം. ഓക്കെ, വേറെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന വേറെ, അതായത് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒന്നിക്കാനുള്ള ഇതിന് തടസ്സമായിട്ട് തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി അതിപ്പോൾ ആരും ആവാം, ഫാമിലി ആവാം, വർക്കോ കാര്യങ്ങളോ ആവാം, മാരീഡ് ആവാം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, സോ അത് എന്തായാലും നമുക്ക് ഉറപ്പാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇത് ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അഗൈൻ ഞാൻ പറഞ്ഞു, ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കാരണം ഇതൊരു നിങ്ങൾക്ക് സമാധാനം തരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ആ പേഴ്സൺ ടോക്സിക് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ചില ബിഹേവിയേഴ്സ്, ഓക്കെ, ചില ബിഹേവിയർ കുറച്ച് ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് പറയാം. അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംഭവിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ടോക്സിക് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിതിനെ ഐ തിങ്ക് നിങ്ങളാണ് ഈ സിറ്റുവേഷൻ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, നിങ്ങളതിനെ വളരെയധികം മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ആങ്കർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ബന്ധത്തിനെ വളരെ സ്ട്രോങ് ആക്കി നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മുന്നോട്ട് മേ ബി നിങ്ങൾ തമ്മിൽ ഇടയിലൊരു പ്രശ്നങ്ങൾ വന്ന് ബ്രേക്കപ്പോ കാര്യങ്ങളോ ഉണ്ടാവാം. നിങ്ങൾക്ക് വിട്ടു പോകണം എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് പേർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വിട്ടു പോവാം. ഓക്കെ, യെസ്, നിങ്ങൾക്ക് വിട്ടു പോവാം. അതിന് ഞാൻ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇവിടെ ലേണിംഗ് കാണുന്നുണ്ട്, അസെൻഡിങ് കാണുന്നുണ്ട്. സോ നിങ്ങൾ ശരിക്കും ഈ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ പഠിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ പഠിക്കുകയാണ്, നിങ്ങൾ
മനസ്സിലാക്കുകയാണ് പല കാര്യങ്ങളും. അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ യെസ്, ഒന്നിക്കാനുള്ള സാധ്യതയും തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലാത്തവർക്ക് ഇവിടെ മേ ബി പക്ഷേ ഇവിടെ മോസ്റ്റ്ലി എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ള ഒരു സാഹചര്യമില്ലാത്ത സിറ്റുവേഷൻസ് ആണ്. സോ അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ആ പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഡൗട്ടായിരിക്കാം. കേസ് ഇവിടെ നിങ്ങൾ ഫൈനാലിറ്റി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വിട്ടു പോവാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ബട്ട് ഇവിടെ എന്ത് തന്നെയായാലും ഈ സിറ്റുവേഷൻ നിങ്ങളെ ശരിക്കും മുന്നോട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ആണ് കൊണ്ടുവരുന്നത്. ഈവൻ നിങ്ങൾ വിട്ടുപോയാലും ഐ ഡോണ്ട് തിങ്ക് അത് ഫുള്ളി എൻഡ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും തിരിച്ചു വരും. ഓക്കെ, സോ ആ സൈക്കിൾ വീണ്ടും വരും നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇവിടെ ലേണിംഗ് ആണ് കാണുന്നത്, അസെൻഡിങ് ആണ് കാണുന്നത്. സോ ഇവിടെ പ്രിപ്പയറിംഗ് ഫോർ യൂണിയൻ ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഇതിൽ നിന്ന് ലെസൺ പഠിക്കാനുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ ആക്ച്വലി യൂണിയൻ ആണ് കാണുന്നത്. യൂണിയൻ എന്ന് പറയുമ്പോൾ അഗൈൻ നിങ്ങൾ മാരേജ് ആയിട്ട് അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എടുക്കേണ്ട. ഇവിടെ നിങ്ങളുടെ കൂടെ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ഫെയ്ത്ത് വെക്കാൻ പറയുന്നുണ്ട്, വിഷിംഗ് പ്രേയിങ് കാണുന്നുണ്ട്, ജസ്റ്റിസ്, ലീഗൽ. ഓക്കെ, കുറച്ച് പേർക്ക് ലീഗൽ മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടാവാം. ബട്ട് ഇവിടെ ഞാൻ കൂടുതലും പറയുന്നത് ജസ്റ്റിസ് യൂണിവേഴ്സ് ചെയ്യുമെന്നാണ്. ഓക്കെ, എൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ സ്നേഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഓക്കെ, ബട്ട് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, വേറെ കാര്യങ്ങളുണ്ട്. സോ അവരുടെ ഇടയിൽ നിങ്ങളെ വിട്ടുപോകുന്നു, മാറി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അഗൈൻ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. ഓക്കെ, അതായത് സ്നേഹമുണ്ട് ശരിയാണ്. ഓക്കെ, ബട്ട് സിറ്റുവേഷൻ സാഹചര്യവും ഇങ്ങനെയാണ് എന്നുള്ളതും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ മാരീഡാണ്, നിങ്ങൾ മാരീഡാണ്, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി എതിർപ്പുണ്ട്, റിലീജിയൻ വേറെയാണ്, കാസ്റ്റ് വേറെ, എന്ത് തന്നെ കാര്യങ്ങളായാലും. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, അവിടെ അങ്ങനത്തെ ആ സാഹചര്യ തടസ്സങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല പേഴ്സൻ്റെ ഉള്ളിലെ പേടികളുണ്ടാവും. ഓക്കെ, അവരുടെ ഉള്ളിൽ ഫിയേഴ്സ് ഉണ്ടാവും, അവരുടെ ഉള്ളിലെ പേടികളുണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അവരും ഈ ഇടയ്ക്ക് നിങ്ങളടുത്ത് കുറച്ച് അടുക്കും, വീണ്ടും അകന്നു പോകും. ഓക്കെ, ആ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി അവർ ചെയ്യും. അത് അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്യാം, അവർക്കും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവരും നിങ്ങളെ വേണം, ഒരു ഭാഗത്ത് നിങ്ങളെ വേണം, പക്ഷെ ഒരു ഭാഗത്ത് നിങ്ങളെ വിട്ടുപോകാനും പറ്റുന്നില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം നിൽക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അവർക്കും അതേപോലെയാണ്. ഓക്കെ, നിങ്ങൾക്കും അത് തന്നെയാണ്, അവർക്കും അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ വേറെയാണെന്ന് മാത്രം. അവർക്ക് പേടികളായിരിക്കാം, മറ്റുള്ളവരെന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എനിക്ക് നഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ഉള്ളിൽ ചിന്തകൾ വരുന്നത്. നിങ്ങളുടെ ഉള്ളിലും വേറെ ചില ചിന്തകളായിരിക്കാം. സോ ഇവിടെ രണ്ട് തരത്തിലും രണ്ടുപേരും ഒരേപോലെ കൺഫ്യൂഷൻസ് ആണ് അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല, ചിലവർ നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആകുമ്പോൾ ഓക്കെ നിങ്ങൾ അത്രയും സ്നേഹമൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, അവർക്ക് അത്രയും നിങ്ങൾ ഡീപ്പായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ അവർക്ക് അത് തോന്നും ദാറ്റ് അവർക്ക് നിങ്ങൾക്ക് അതുപോലെ തിരിച്ചു തരാൻ സാധിക്കില്ല എന്ന് തോന്നും. ഓക്കെ, നിങ്ങളെ അതേപോലെ സ്നേഹിക്കാൻ അവർക്ക് തിരിച്ച് സാധിക്കില്ല, അല്ലെങ്കിൽ അതിൽ പെട്ടുപോയാലോ എന്നുള്ള പേടികൾ വരും. നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയില്ലെങ്കിലോ, എൻ്റെ ഫ്രീഡം പോയാലോ, എൻ്റെ ലൈഫ് മാറിയാലോ, ഇങ്ങനെയുള്ള ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് കയറി വരും. ഓക്കെ, സോ അതെല്ലാം കാരണം അവർ അവിടുന്ന് പുറകോട്ട് മാറും. ഓക്കെ, അവരൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുക്കും. അങ്ങനെ ഇൻ ആൻഡ് ഔട്ട് എനർജി വരുമ്പോൾ അഗൈൻ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുക, അവനവനെ ചൂസ് ചെയ്യുക, നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കുക. പേഴ്സൺ യെസ് ഉണ്ട്, ലൈഫിലുണ്ട്. ഓക്കെ, എനിക്ക് അവരോട് സ്നേഹമുണ്ട്, ബട്ട് അത് മനസ്സിലിരിക്കട്ടെ. ഓക്കെ, എന്ന് വെച്ച് നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കാം, വല്ലപ്പോഴും ഒന്ന് കാണുമോ, സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കാത്തിരിക്കാം. അത് മിസ്സിങ് എനർജി ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ബട്ട് നിങ്ങളുടെ ലൈഫ്, അതായത് നിങ്ങളുടെ ജീവിതം അവിടെ നിർത്തി വെക്കരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ സെൽഫ് ലവിലിരിക്കുക, നിങ്ങളുടെ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ വിഷമിച്ച് സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ച് അങ്ങനെ കളയരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഞാൻ കുറച്ചൊക്കെ ഒരുവിധം എനിക്ക് പറ്റുന്നത്ര പറയാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് മാറ്റണമെങ്കിൽ നല്ല ഒരു സ്ട്രെങ്ത് വേണം. ഓക്കെ, വളരെയധികം കോൺഫിഡൻസ് വേണം, വളരെയധികം സ്ട്രോങ് ഒക്കെ ആവണം. ഓക്കെ, അത് എല്ലാവർക്കും പോസിബിൾ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല അഗൈൻ വേറൊരു കാര്യം കൂടി എപ്പോഴും നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് ട്വിൻ ഫ്ലെയിംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നതാണ്. എന്നിട്ട് ഇവിടെ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ, നിങ്ങൾ അത്രത്തോളം അവരെ സ്നേഹിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെയോ അവരുടെ ഉള്ളിൽ അവർക്ക് നിങ്ങളെ അതേപോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലും ട്രിഗേഴ്സ് വരികയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പേടി വരുന്നത് നിങ്ങളെ വിട്ടു പോവോ, അല്ലെങ്കിൽ നിങ്ങളെ തനിച്ചാക്കി പോവോ, വേറെ ആരെങ്കിലും വരുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതേപോലെ അവരുടെ ഉള്ളിൽ വേറെ ടെൻഷൻസ് വരും. എന്നിട്ട് ഞാൻ പോരാ, അപ്പോൾ എനിക്കിവരെ ഞാൻ അവർ വിചാരിക്കുന്ന പോലെ എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താവും, അങ്ങനെയുള്ള പേടികൾ അവരുടെ ഉള്ളിലും വരും. ആ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാനും അവർക്കറിയില്ല പലർക്കും. അതും ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, സോ അത് അവർ ഇന്നർ ചൈൽഡ് ഇഷ്യൂസ് ആണ്, ഇതൊക്കെയാണെന്ന് പറയും. എനിവേ അതൊക്കെ കൂടുതലുണ്ട്, കുറേ ഉണ്ട് പറയാൻ. സോ
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നേ ഉള്ളൂ, 2 പേർക്കും 2 സാഹചര്യങ്ങളാണ്. ഓക്കെ, 2 പേർക്ക് 2 ലൈഫൊക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ബട്ട് യെസ്, അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുള്ള മനസ്സിലാക്കും. ബട്ട് ആക്ഷനായിട്ട് കണ്ടില്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും നിങ്ങളെ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നു, വേദനിപ്പിക്കുന്നു, തേർഡ് പാർട്ടി വരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാറി നിൽക്കാം. ഓക്കെ, നിങ്ങൾ സ്വന്തം ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. മാറി നിൽക്കുക എന്നാണ് ഞാൻ പറയുന്നത്, വിട്ടുപോകുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക. ആ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ, ആ ടോക്സിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. അതാണ് ടോക്സിക് ഇവിടെ. ആ ടോക്സിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. ഓക്കെ, നിങ്ങൾ പുറത്ത് വന്ന് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഐ ഡോണ്ട് നോ ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞു കേട്ടവർ എത്ര പേര് ഇത് പാലിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ പറഞ്ഞതാണ്. സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്. സ്നേഹവും ഫീലിങ്സും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അഗെയിൻ ഞാൻ പറഞ്ഞു കർമ്മ എന്ന് പറഞ്ഞു. ഞാൻ കർമ്മ എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾക്കുള്ള ലെസൺ ഇതാണ്. ബട്ട് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇതാണ്, ദറ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് ആ പേഴ്സണിന് നിങ്ങളെ ചിലപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, മാത്രമല്ല അവർ കാണിക്കുന്നതും നിങ്ങളോട് ചിലപ്പോൾ ഓവർ അറ്റാച്ച്മെൻറ്റ്, നിങ്ങളോട് അധികം അറ്റാച്ച്ഡ് ആവാതെ അവർ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളിവിടെ അത് ആലോചിച്ച് നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ അവിടെ ആ ലെസൺ, നിങ്ങൾക്കുള്ള ലെസൺ ഇതാണ്, ദറ്റ് ചൂസ് യുവർ സെൽഫ് ആൻഡ് ലവ് യുവർ സെൽഫ്. സെൽഫ് ലവിലേക്ക് വരൂ. ഓക്കെ, സോ ഐ തിങ്ക് ഓൾറെഡി ഞാൻ കുറേ പറഞ്ഞു. ഹോപ്പിംഗ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി ഇനി വേറെ സെൽഫ് ലവ് ക്ലാസ്സോ വല്ലതും തുടങ്ങുമ്പോൾ ഇനി അതിൽ കൂടുതൽ പറയാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.